വേലിയേറ്റ ദുരിതത്തിൽ നിന്നും കരകയറാതെ പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾ. പള്ളൂർത്തി ഇടക്കൊച്ചി മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് എഡ്രാക് പള്ളൂർത്തി മേഖല പ്രതിഷേധ വാഹന റാലിയും ധർണയും സംഘടിപ്പിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി PC അജിത് കുമാർ ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് മുതൽ ഇടക്കൊച്ചി വരെ വാഹന റാലി നടത്തിയാണ് എഡ്രാക് പള്ളൂരുത്തി മേഖല തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വേലിയേറ്റം മൂലം നാളുകളേറെയായി പള്ളൂരുത്തി ഇടക്കൊച്ചി മേഖലയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട്. വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം എത്രയും വേഗം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വാഹന റാലിയും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത്. പെരുമ്പടപ്പിൽ നിന്നും ആരംഭിച്ച റാലി കൊച്ചി നഗരസഭാ കൗൺസിലർ CN രഞ്ജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ സിജു പാലിയത്തറ, പൊതുപ്രവർത്തകരായ KK റോഷൻ, അജാമളൻ, CS ചന്ദ്രകുമാരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇടക്കൊച്ചിയിൽ നടന്ന ജനകീയ ധർണ റെസിഡൻസ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി PC അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അധികാരികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നതിന്റെ കൂടി ഉദാഹരണമാണ് ഇന്ന് കാണുന്ന ഈ പ്രശ്നം, ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം. നമുക്കറിയാം, ഈ ഒരു വെള്ളത്തിന്റെ ദുരന്ത ഫലങ്ങൾ നമ്മുടെ വീട്ടിൽ 2-3 സെന്റോ അല്ല 2-3 സെന്റിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ഒരു വീട്ടില് സെപ്റ്റിക് ടാങ്ക് മര്യാദയ്ക്ക് പണിയാൻ സാധിക്കും. കുടിവെള്ളം, നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കുടിവെള്ളം, നമ്മൾക്ക് ലഭിക്കുന്ന കുടിവെള്ളം ശുദ്ധമാണോ എന്ന് അധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഈ വെള്ളമൊക്കെ വരുന്ന ആ പൈപ്പ് ലൈന് എന്തുമാത്രം അഴുക്ക് ചാലിലൂടെയാണ് വരുന്നതെന്ന് ജനങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം. പ്രസിഡന്റ് AA ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ റാഫി കൂട്ടുങ്കൽ, കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ ജീജ ടെൻസൺ, അഭിലാഷ് തോപ്പിൽ, എഡ്രാക് കൊച്ചി മേഖലാ പ്രസിഡന്റ് IJ ജോളി, AR ശിവജി, KA അഫ്സൽ, P വിജയൻ, ബിജു അറക്കപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. ദിവസങ്ങൾ കൊണ്ട് കയറിയിറങ്ങി. അപ്പോ ഈ ഒരു വെള്ളമായാലും മറ്റ് ഏത് തരത്തിലുള്ള വെള്ളമായാലും വെള്ളത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല. ക്രിസ്ത്യാനികളുടെ വീട്ടിലും കയറും, ഹിന്ദുക്കളുടെ വീട്ടിലും കയറും, വെള്ളം എല്ലാവർക്കും കയറും. അപ്പോ ഈ നാടിൻ്റെ തന്നെ ഒരു വലിയ പ്രശ്നം എന്നുള്ള നിലയില് ഇതിനെ ഒന്ന് അഭിസംബോധന ചെയ്യേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പെരുമ്പടപ്പ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് M സ്വരാജിന്റെ കാലത്ത് തുടങ്ങിയ തുക വകയത്തിൽ ഇപ്പോഴും തുക വൈരുദ്ധ്യമുണ്ട്. പക്ഷെ ജോലി മാത്രം നടക്കുന്നില്ല. ഇനി അതിനൊരു ഇപ്പോൾ നമ്മൾ പാസ്സാക്കിയേക്കണ ആ പൈസ, ഡ്രഡ്ജിങ്ങിന്റെ ആ പൈസ മറ്റു വഴിയിലേക്ക് നീങ്ങാതെ നമ്മളുടെ ജനപ്രതിനിധികൾ ഇതിന് ഒരു അവസരം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ ഇടക്കൊച്ചി പെരുമ്പടപ്പ് മേഖലകളിലെ ഈ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രം ഞാൻ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2025 ഫെബ്രുവരി 16 അരുക്കുറ്റി പാതുവാപുരം പള്ളിയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ 103ാമത് തിരുനാൾ. 2025 ഫെബ്രുവരി 11 മുതൽ 16 വരെ, 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നവനാൾ. 8, 9, 10 തീയതികളിൽ റവറന്റ് ഫാദർ ജിനു പള്ളിപ്പാട്ട് നയിക്കുന്ന ധ്യാന ശുശ്രൂഷ. 23-ന് 8-ാം ഇടം.